മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു അവലോകനമാണ് ഏറ്റവും ഒടുവിൽ. സ്ഥാനാർത്ഥി നിർണയമെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 3 പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു. മലപ്പുറം പൊതുവെ ഒരു UDF അനുകൂല ലീഗ് മണ്ഡലം എന്ന് നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3-4 തിരഞ്ഞെടുപ്പുകളിലായിട്ട് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM ആണ് അവിടെ മത്സരിക്കുന്നത്. CPM ചെറുപ്പക്കാരെ നിർത്തി മത്സരിപ്പിച്ചിട്ട് അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ ബ്രീഫായിട്ട് ഇവിടെ പറയാം. അപ്പോൾ യുവരക്തത്തെ, ചെറുപ്പക്കാരെ ഇറക്കിയിട്ട് ആ മണ്ഡലത്തിൽ വേരോട്ടം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് CPM-ഉം LDF-ഉം തുടർന്നു വരുന്നത്. ആ തുടർച്ച തന്നെയാണ് ഇത്തവണയും ഉണ്ടായത്. CPM സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയെ, കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിയായ വാസിഫിനെ അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. അത് വളരെ കരുതലോടുകൂടിയാണ്. ബാലസംഘത്തിൽ കൂടി പ്രവർത്തനം തുടങ്ങി വളർന്ന് പടിപടിയായിട്ട് വന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഒക്കെ ആയി. അതേപോലെ സംഘടനാ തലത്തിലും SFIയിലും പിന്നീട് DYFIയിലും ഒക്കെ തന്നെ കഴിവ് തെളിയിച്ചു വന്ന, പടിപടിയായി കയറി വന്ന ഒരു ആളാണ് വാസിഫ്. ഇതിനു മുമ്പ് 2-3 ഇലക്ഷനിലെ ചെറുപ്പക്കാരെ നിർത്തിയിട്ട് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും CPM-ന് LDF-ന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഇത്തവണ വളരെ സീനിയറായ ലീഗിന്റെ വലിയ നേതാവായ ET മുഹമ്മദ് ബഷീറാണ്. മണ്ഡലം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറിയത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ചെയ്തിരുന്നു. നമുക്കറിയാം, മലപ്പുറത്ത് ഇന്ന് വരെ UDF ലീഗാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറിച്ചൊരു ഫലം വരുമോ, അല്ലെങ്കിൽ LDF-ന്റെ വോട്ട് ശതമാനം കൂടുമോ? BJP അവിടെ നിർണായകമല്ല. BJPക്ക് 1 ലക്ഷത്തിൽ താഴെ വോട്ടുകളൊക്കെ സ്ഥാനാർത്ഥികൾ പിടിച്ചിട്ടുള്ളൂ. ഇത്തവണ BJP രംഗത്തിറക്കിയിരിക്കുന്നത് പഴയ UDF കൊണ്ടുവന്ന കാലിക്കറ്റ് മുൻ VC ഡോക്ടർ അബ്ദുൾ സലാമിനെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം UDF ഭരണകാലത്ത് കോൺഗ്രസിന്റെ ലീഗിന്റെ ആളായിട്ട് പൊതു സ്വത്തായിട്ട് കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആക്കിയ ആള് രാഖി രാമാനം പിന്നീട് BJPയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തിരൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ട് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ നേടിയുള്ളൂ. VC സ്ഥാനത്ത് 5 കൊല്ലത്തോളം ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ധാരാളം വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ടായി. സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ അങ്ങനെ 4-5 അന്വേഷണങ്ങൾ, വിജിലൻസ് അന്വേഷണത്തിനൊക്കെയുള്ള നീക്കങ്ങളൊക്കെ നടന്ന് നമുക്കറിയാം. അപ്പൊ ഒരു വിവാദപുരുഷനായ ഒരു VC ആയിട്ടാണ് അബ്ദുൾ സലാമിനെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആ ഒരു ചരിത്രം നമുക്ക് നോക്കിയാലേ, 2019 PK കുഞ്ഞാലിക്കുട്ടി വൻ ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചു. അദ്ദേഹത്തിന് 5,89,873 വോട്ട്, ശതമാനം പറഞ്ഞാൽ 57, വലിയ വിജയമാണ്. എതിരാളി LDF-ലെ CPM-ന്റെ യുവനേതാവ് VP സാനു 3,29,720 വോട്ട് പിടിച്ചു, ശതമാനം 31.86. ഒരു വലിയ അന്തരമുണ്ട്. മുൻ തെരഞ്ഞെടുപ്പിലെ അന്തരം ഇതിനേക്കാൾ വലുതായിരുന്നു. അപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. ഉണ്ണികൃഷ്ണൻ കിട്ടിയത് 80,332 വോട്ട്, 10% പോലും കിട്ടിയില്ല. 7.96% മാത്രം. കഴിഞ്ഞ 2019 SDPIയുടെ സ്വാധീനം അവിടെ നിന്നാണ്. ഒരു മുസ്ലിം ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ, ലോക്സഭാ സീറ്റ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ SDPIയുടെ സ്ഥാനാർത്ഥിയുടെ ഇതിലൂടെ പറയുന്നത്. തീവ്രവാദം മുസ്ലിം സമൂഹത്തിൽ എത്രത്തോളം വേരോടിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാരോമീറ്റർ ആണത്, SDPI പോലുള്ള പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് നിർണായകമല്ല. മുസ്ലിം സമൂഹം ബഹുഭൂരിപക്ഷവും ആ വഴിയിൽ ചിന്തിക്കുന്നില്ല എന്നാണ് മലപ്പുറത്തെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ്. അത് നമ്മളിവിടെ പ്രത്യേകം എടുത്തു പറയണം. ഒരു മതേതര അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ നിലപാട് മലപ്പുറം മണ്ഡലത്തിലെ മുസ്ലിം സമൂഹം പുലർത്തുന്നു എന്നതിന്റെ തെളിവാണിത്. അപ്പൊ അബ്ദുൾ ബനീദ് SDPIക്ക് അന്ന് കിട്ടിയത് 19,106 വോട്ട് മാത്രമാണ്. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പില് വെറും 1.85% മാത്രം. അങ്ങനെ ആണ് 2,60,153 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് PK കുഞ്ഞാലിക്കുട്ടി ജയിക്കുക. എന്നാൽ ഈ കുഞ്ഞാലിക്കുട്ടി പിന്നീട് ലോക്സഭാ MP സ്ഥാനം രാജിവെക്കും.
അസംബ്ലി തെരഞ്ഞെടുപ്പ് 2021 വരുമ്പോൾ. ഡൽഹിയിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് പോയത് UPA വീണ്ടും അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും തനിക്ക് ലീഗിന്റെ കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി ആകാമെന്ന് കരുതിയാണ് കുഞ്ഞാപ്പ മലപ്പുറത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചത്. ഇറ്റ് ഈസ് പൊളിറ്റിക്സ്. കുഞ്ഞാപ്പയുടെ ചില ചിന്താഗതികളുടെ ഭാഗമായിട്ടുണ്ടായതാണ്. ലീഗ് അത് സമ്മതിച്ചു കൊടുത്തു. അവിടെ ലീഗിൽ അദ്ദേഹത്തിന് അത്രയും വോയിസ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പാളിപ്പോയി. കുഞ്ഞാപ്പ P.K. കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാപ്പ മടുത്തു. ഈ 2 കൊല്ലമൊക്കെ 19 മുതൽ 21 വരെയൊക്കെ ഈ പാർലമെന്റ് ലോക്സഭയിൽ പോയിരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല, അധികാരവും ഇല്ല, മന്ത്രിയായില്ല, ഒന്നും നടന്നില്ല. അങ്ങനെ അസംബ്ലി തലത്തിൽ വന്നപ്പോൾ വിചാരിച്ചു ഭരണമാറ്റം എപ്പോഴും, അതായത് ഈ ചാടി വന്നിട്ട് ഒന്നും നടക്കാതെ പോയ നിരാശയിലാണ് കുഞ്ഞാപ്പ ഇരിക്കുന്നത്. കേന്ദ്രത്തിൽ പോയി മന്ത്രിയാണെന്ന് വിചാരിച്ചു നടന്നില്ല. UP അധികാരത്തിൽ വന്നില്ല, BJP അധികാരത്തിലായി. എന്നാൽ പിന്നെ ഇനി ഇവിടെ നോക്കാം. ഇവിടെ എപ്പോഴും ഭരണം 5 കൊല്ലം കൂടെ മാറുമല്ലോ. അങ്ങനെ അദ്ദേഹം 2021 ഇങ്ങോട്ട് വന്നിട്ട് MP സ്ഥാനം രാജിവെച്ചിട്ട് പുള്ളി വേങ്ങരയിൽ മത്സരിച്ചു. വേങ്ങര ലീഗിന്റെ കോട്ടയാണ്, അവിടെ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. പക്ഷെ എന്ത് പറ്റി? LDF തുടർ ഭരണം വന്നു. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി. എന്ത് ചെയ്യാം? മനുഷ്യർക്ക് നിരാശ ഉണ്ടാകുന്നത് ചെറിയ കാര്യമല്ല. അധികാരം ഇല്ലാതിരിക്കാൻ പറ്റൂല എന്ന് പറയുന്നൊരു ലീഗിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇതിപ്പോ 2 തവണ 10 കൊല്ലം അധികാരം ഇല്ലാണ്ടിരിക്കുക. ഇനി ഒന്നുകൂടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. കുഞ്ഞാപ്പയെ പോലുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഈ കളി കളിച്ചിട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു 2021. അതുകൊണ്ട് ഇവിടെ പറയാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചൊഴിവില് വീണ്ടും ഇലക്ഷൻ വരികയാണ് ലോക്സഭയിലേക്ക് മലപ്പുറത്ത്. അബ്ദുസമദ് സമദാനിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നു. 2017 ഒരു ബൈ ഇലക്ഷൻ നടന്നു. അതേപോലെ 2021 ഈ ബൈ ഇലക്ഷനില് സമദാനി ജയിച്ചു. നമുക്കറിയാം സമദാനിയുടെ ഭൂരിപക്ഷം 1,14,615. കുഞ്ഞാലിക്കുട്ടി കിട്ടിയ 2,60,60,000 വളരെ പിന്നിലാണ് സമദാനിക്ക് കിട്ടിയ ഭൂരിപക്ഷം. അത് നമ്മൾ നോട്ട് ചെയ്യണം. എതിർ സ്ഥാനാർത്ഥി VP സാനു തന്നെ, CPM-ന്റെ യുവ നേതാവ്. അപ്പൊ 1.5 ലക്ഷത്തോളം വോട്ട് ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരുവാൻ VP സാനുവിനും LDF-നും സാധിച്ചിട്ടുള്ളതാണ്. ചെറിയ കാര്യമല്ല ഒരു മുസ്ലിം കോട്ടയിൽ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഈ സമദാനി ജയിക്കുന്നു, ഇടക്കാല MP ആയിട്ട് ജയിക്കുന്നു. പിന്നെ വേറൊരു മഹാൻ BJP സ്ഥാനാർത്ഥിയായിട്ടൊരു മുസ്ലിം വന്നു, പഴയ അത്ഭുതക്കുട്ടി AP അബ്ദുള്ളക്കുട്ടി. ഈ 2021 ബൈ ഇലക്ഷനില് ദയനീയ പെർഫോമൻസ് ആയിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ. നമ്മൾ അറിഞ്ഞിരിക്കണം. വെറും 68,935 വോട്ടേക്ക് നേടിയുള്ളൂ അബ്ദുള്ളക്കുട്ടി. CPM വിട്ട് കോൺഗ്രസിൽ പോയിട്ട് അത് വിട്ടിട്ട് BJP പോയാണ്, അറിയാമല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ പ്രത്യേകം പറയുന്നത്. ശതമാനം പറഞ്ഞ അബ്ദുള്ളക്കുട്ടി കിട്ടിയത് വെറും 6.27% വോട്ടുമാണ്. SDPI അന്ന് കൂടുതൽ വോട്ട് അന്ന് നേടി 46,758 വോട്ട്. കുറച്ച് വോട്ട് കൂടുതൽ നേടിയിരുന്നു. 5% പോലും നേടിയില്ല, വെറും 4.25%. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ ജയിച്ച് മത്സരിച്ച് ജയിക്കുകയും ചെയ്തു, അസംബ്ലിയിലേക്ക് വരികയും ചെയ്തു. അതാണ് ആ ബൈ ഇലക്ഷന്റെ. പിന്നെ അഹമ്മദ് ഭരിച്ചപ്പോൾ ബൈ ഇലക്ഷൻ വന്നു. അന്നാണ് കുഞ്ഞാലിക്കുട്ടി ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് മലപ്പുറത്ത് മത്സരിക്കുന്നത്. 2017 ബൈ ഇലക്ഷൻ വന്നു. അത് നമ്മളിവിടെ ഓർത്തിരിക്കുക. അന്ന് കുഞ്ഞാലിക്കുട്ടി ഇതേപോലെ യുവ നേതാവ്, CPM-ന്റെ യുവ നേതാവ്, DYFIയുടെ നേതാവ് MP ഫൈസലിനെയാണ് പരാജയപ്പെടുത്തിയത്. 1,71,023 വോട്ടിനാണ് കുഞ്ഞാലിക്കുട്ടി ഫൈസലിനെ പരാജയപ്പെടുത്തി. അപ്പോഴും ഭൂരിപക്ഷം അവിടുന്ന് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും LDF-ന് വോട്ട് കൂടുന്നു, BJP-യുടെ വോട്ട് വല്ലാണ്ട് കൂടുന്നുമില്ല, അങ്ങനെ കിടക്കുന്നു. അസമയം UDF-ന്റെ വോട്ട് ഷെയർ ലീഗിന്റെ കുറഞ്ഞു വരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തവണ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് അവിടെ മത്സരിക്കുന്നത്. മലപ്പുറത്ത് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ഇനി 2014 അഹമ്മദ് ജയിക്കുന്നു. അതൊക്കെ കേന്ദ്ര സഹമന്ത്രിയാകുന്ന ഒരു സമയം നമുക്ക് അല്ല, അതിന് മുമ്പിലത്തെ ഇലക്ഷനിലാണ്. 2009 അഹമ്മദ് ജയിച്ചിട്ട് ആദ്യം മന്ത്രിയാവുന്നത്, സഹമന്ത്രിയാവുന്നത്. 2014 BJP കേന്ദ്രത്തെ അധികാരത്തിൽ വരുന്ന ഇലക്ഷനാണല്ലോ. അന്ന് അഹമ്മദിന് മലപ്പുറത്ത് കിട്ടിയത് 4,37,723 വോട്ട്. ശതമാനം പറഞ്ഞാൽ 36.55.
എതിരെ നിന്ന് PK സൈനബ, CPMന്റെ സംസ്ഥാന സമിതി അംഗമൊക്കെയായ PK സൈനബ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ധൈര്യപൂർവ്വം CPM രംഗത്തിറക്കി. അങ്ങനെ PK സൈനബ 2,41,984 വോട്ടുകൾ നേടി, 20.29%. പിന്നെ ശ്രീപ്രകാശാണ് BJP സ്ഥാനാർത്ഥി, കിട്ടിയത് ആകെ 64,705. അതെപ്പോഴും 1,00,000 താഴെയുള്ളൊരു കണക്കാണ്. ഇത്തവണ അബ്ദുൾ സലാം വാങ്ങാൻ പോകുന്നതും എത്രയാണെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിനും എത്ര വോട്ട് കിട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ SDP എന്ന് നേടിയത് നാസറുദ്ദീൻ എളമരം പ്രമുഖ നേതാവാണ്. 47,853 വോട്ട്, 50,000 പോലും തികച്ചില്ല, വെറും 4%. അപ്പൊ അതാണ് അതിന്റെ ഒരു കണക്ക്. നോട്ട അന്ന് 21,829 വോട്ട് നേടി. നോട്ട, ഇവരെ ആരെയും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ അത്രയും പേര് മലപ്പുറത്ത് നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് 21,000 സംതിങ് വോട്ട് ചെയ്തെന്ന് പറയുന്ന ചെറിയ കാര്യമാണ്. അതായിരുന്നു 2014 ഇലക്ഷൻ റിസൾട്ട്. മാർജിൻ ഭൂരിപക്ഷം അഹമ്മദിന് 1,94,739. ആ ഒരു കൃത്യമായ കണക്ക്, ആ വോട്ട് കുറഞ്ഞു വരുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇനി 2009 ജയിച്ച് കേന്ദ്രമന്ത്രിയാകുന്ന അഹമ്മദ് ആ ഇലക്ഷനിൽ അഹമ്മദിന് കിട്ടിയത് 4,27,940 വോട്ട്, ശതമാനം 41.97. TK ഹംസ, CPMന്റെ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് TK ഹംസ, പണ്ട് ലോക്സഭയിലേക്ക് ജയിച്ച ഹംസ, അന്ന് മഞ്ചേരി മണ്ഡലമായിരുന്നു, പിന്നെ അത് മലപ്പുറം, പൊന്നാനി, പിന്നെ ആ 2 മണ്ഡലങ്ങളായല്ലോ. അന്ന് ഹംസ 3,12,343 വോട്ട് നേടി, ശതമാനം പറഞ്ഞാൽ 30.63. അരവിന്ദൻ BJP 36,000 വോട്ടാണ് നേടിയത്, വളരെ താഴേക്ക് പോയി. ഭൂരിപക്ഷം അഹമ്മദിന്റെ ഹംസയ്ക്കെതിരെ 1,15,590. അവിടെയും ഭൂരിപക്ഷം കുറയുന്ന പ്രവണത നമ്മൾ കാണുന്നുണ്ട് മലപ്പുറത്ത്. മലപ്പുറം ലീഗ് കോട്ട എന്ന് പറയുമ്പോഴും ലീഗിന്റെ കാൽക്കീഴിൽ നിന്ന് മണ്ണ് ചോർന്നു പോകുന്നു എന്നാണ് ഈ ഓരോ തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ആ ഒരു പോയിന്റാണ് ഞങ്ങളിവിടെ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം വാസിഫ് വന്ന് നിൽക്കുമ്പോൾ അതിനകത്ത് വീണ്ടും എന്ത് മാറ്റം, എന്ത് പുരോഗതി LDFന് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആണ് ഈ ഇലക്ഷന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ നമ്മൾ ഇതിന്റെ അസംബ്ലി സെഗ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ 7 മണ്ഡലങ്ങളും മുസ്ലിം ലീഗ് ജയിച്ച മണ്ഡലങ്ങളാണ്, അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിന്. അത് ലീഗിന് അത്രയും സ്വാധീനമുള്ള UDF മേഖലയാണല്ലോ മലപ്പുറം. 1 കൊണ്ടോട്ടി, അവിടെ ലീഗ് ജയിച്ചു. 2 മഞ്ചേരിയിൽ ലീഗ് ജയിച്ചു. 3 പെരിന്തൽമണ്ണയിൽ ലീഗ് ജയിച്ചു. 4 മങ്കടയിൽ ലീഗ് ജയിച്ചു. 5 മലപ്പുറത്ത് ലീഗ് ജയിച്ചു. 6 വേങ്ങരയിൽ ലീഗ് ജയിച്ചു. 7 വള്ളിക്കുന്നിലും ലീഗ് ജയിച്ചു. ലോക്സഭയിലും സ്വാഭാവികമായിട്ട് അതിന്റെ റിഫ്ലക്ഷൻസ് അതിന്റെ റിസൾട്ടിൽ വരാവുന്നതാണ്, നമുക്ക് ഊഹിക്കാവുന്നത്. നമ്മുടെ വിലയിരുത്തൽ പറയുമ്പോൾ അതിലേക്ക് കടന്നു കയറാൻ ആ മേധാവിത്വം ലീഗിന് 7 മണ്ഡലങ്ങളിലും ഉള്ളതിന്റെ അതിലേക്ക് കടന്നു കയറാൻ വാസിഫിന് എത്രമാത്രം സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വോട്ട് ഷെയറിൽ ഒരു വലിയ വർധന ഉണ്ടാക്കിയാൽ തന്നെ ഇടതുമുന്നണിക്ക് മലപ്പുറത്ത് അതൊരു വിജയമാണ് എന്ന് പറഞ്ഞാൽ ലീഗിന്റെ കോട്ടകളിലെ വിള്ളലുകൾ വലുതാക്കുന്നതിൽ CPM വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ആ ഒരു വളരെ സത്യസന്ധമായ ഒരു വിലയിരുത്തൽ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ വാസിഫ് ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ള കഴിവും സംഘടനാശേഷിയും പ്രവർത്തന പരിചയവും ഒക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടാക്കി എടുത്ത് കഴിവ് തെളിയിച്ച ആളാണ് വാസിഫ്. അങ്ങനെയാണെങ്കിൽ വാസിഫിന് ETയോട് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും. BJPയിലേക്ക് പോയ ചേക്കേറിയ അബ്ദുൾ സലാമിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അതിനകത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. അദ്ദേഹം 1,00,000-ലധികം വോട്ട് പിടിച്ചാൽ അത് BJPയുടെ നേട്ടം. കാരണം ഇന്ന് വരെ BJP 1,00,000-ലധികം വോട്ട് നേടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വസ്തുത. ഇതാണ് മലപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും മലപ്പുറത്ത് നല്ലൊരു മത്സരം എന്തായാലും ഉണ്ടാവും നമുക്ക് സംശയമില്ല. റിസൾട്ട് എന്തോ ആവട്ടെ. പക്ഷെ ലീഗിന് തലവേദന ഉണ്ടാക്കുന്ന നീക്കങ്ങളാണ് LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ടതില്ല. ആർക്കും സംശയത്തിന്റെ ആവശ്യമില്ല.